തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ നിവേദ്യം അർച്ചന പുഷ്പങ്ങളിൽ നിന്ന് അരളിപ്പൂവ് സമ്പൂർണ്ണമായി ഒഴിവാക്കി. അരളിപ്പൂവ് ജീവന് ഭീഷണി എന്ന നിലയിൽ വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് ബോർഡ് യോഗത്തിന്റെ ഈ തീരുമാനം. എന്നാൽ ക്ഷേത്രങ്ങളിലെ പുഷ്പാഭിഷേകത്തിൽ അരളിപ്പൂവിന്റെ ഉപയോഗം തുടരുമെന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്ത് അറിയിച്ചു. അരളിപ്പൂവിന് ഇനി ശനിദശ. സംസ്ഥാനത്ത് അരളിപ്പൂവും ചെടിയും മനുഷ്യന്റെയും വളർത്തുമൃഗങ്ങളുടെയും ജീവൻ അപഹരിച്ച വാർത്തകൾ പുറത്തു വന്നതോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം കൂടി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഭക്തരുടെ കൈകളിൽ നേരിട്ടെത്തുന്ന നിവേദ്യം, അർച്ചന എന്നീ ഇനങ്ങളിൽ നിന്ന് അരളിപ്പൂവ് സമ്പൂർണ്ണമായി ഒഴിവാക്കിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് നൽകുന്ന അർച്ചന പ്രസാദത്തിലും അരളിപ്പൂ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു. എന്നാൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ പുഷ്പാഭിഷേകത്തിൽ അരളിപ്പൂവിന് വിലക്കില്ല. പൂജ അത് മാത്രമല്ലല്ലോ, ഇപ്പൊ പുഷ്പാഭിഷേകമുണ്ട്, നടമാലയുണ്ട്, പിന്നെ ഫൈനൽ റിപ്പോർട്ട് വരട്ടെ. ഇപ്പൊ ഇതിനെ സംബന്ധിച്ചൊരു രാസപരിശോധന റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വന്നാൽ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ആരോഗ്യവകുപ്പോ സർക്കാരോ നൽകിയാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. സമാന നിലയിൽ മറ്റു ദേവസ്വം ബോർഡുകളും അരളിപ്പൂവിനെ നടക്കി പുറത്തു നിർത്താനാണ് സാധ്യത. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ അർച്ചന, നിവേദ്യം വഴിപാടുകളിൽ നിന്ന് അരളിപ്പൂവ് ഒഴിവാക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം.